ഭഗവാൻ വല്ലപ്പോഴും ഉത്തരം പറയും. പക്ഷേ ഞാൻ എപ്പോഴും പറയും. ഇതിന്റെയൊക്കെ അവസാനം നമ്മൾ ഒന്നിച്ച് ചേരുമ്പോഴാണ്. ഞാനേ ഉമ്മർത്ത് കാത്തു നിന്നത് എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന് അവസാനമായിട്ടൊന്ന് ചോദിക്കാൻ വേണ്ടിയാ. അത് ഇവിടെ വെച്ച് ഈ കൃഷ്ണന്റെ മുമ്പിൽ വെച്ചൊന്ന് പറഞ്ഞാൽ മതി. ഞാൻ അമ്മയെ വിളിക്കും. വിളിക്കേ. അമ്മയെ വിളിച്ചാൽ തന്നെ അനുസരിപ്പിക്കുന്നവരെല്ലാവരും പിന്നാലെ ഉണ്ടാവുമല്ലോ. ഭഗവാനെ തൊട്ട് സത്യം ചെയ്യ്, എന്നെ ഇഷ്ടമാണോ അല്ലയോ എന്ന്. ഞാൻ സത്യം ചെയ്യില്ല. ഞാനൊന്നും പറയൂല. എന്നാ പോയിക്കോ. ഈ വ്രതങ്ങൾക്ക് ഫലം ഉണ്ടാവുമോ? അല്ല, ഈ പൂജാവിധികളൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആളാണല്ലോ, അതുകൊണ്ടാണ് ചോദിച്ചേ, വ്രതത്തിന് ഫലം ഉണ്ടാവുമോ എന്ന്. വ്രതത്തിന് ഫലം ഉണ്ടാവും, അത് മനസ്സറിഞ്ഞ് ചെയ്താൽ. എന്നാല് ഈ നിമിഷം മുതൽ ഞാൻ നിരാഹാര വ്രതം ഇരിക്കാൻ പോവാ. എന്തിന്? എന്നോട് തനിക്ക് സ്നേഹം ഉണ്ടോന്നറിയാൻ. താൻ എന്നോടത് പറയുന്നത് വരെ ഞാൻ പച്ച വെള്ളം പോലും കഴിക്കൂല. വെറുതെ ഭ്രാന്ത് കാണിക്കരുത്. ചുമ്മാ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ. അതിന് ഞാൻ ആരോടും പറയുന്നില്ലല്ലോ. ഇത് നമ്മൾ തമ്മിൽ മാത്രം അറിഞ്ഞാൽ മതി. എന്റെ വ്രതം അവസാനിപ്പിക്കണമെങ്കിൽ താൻ എന്നെ ഇഷ്ടമാണെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇല്ലെങ്കിൽ ഞാനങ്ങ് തീർന്നു പോട്ടെ എന്റെ സ്വപ്നങ്ങളോടൊപ്പം. എന്നാ പറയൂ. അങ്ങനെയാണെങ്കിൽ എന്റെ വ്രതം ഞാൻ ഉറപ്പിച്ചു. ഈ ഇരിക്കുന്ന ഭഗവാനാണ് സത്യം. അയ്യോ, വെറുതെ ശരീരത്തിനൊന്നും. ശരീരത്തിന് എന്ത് വരാൻ? അല്ല, വന്നാലും തനിക്കെന്താ? എന്നെ ഇഷ്ടമല്ലാത്ത ഒരുത്തി എന്നെ അന്വേഷിക്കേണ്ട ആവശ്യം എനിക്കില്ല. ജീവിക്കാൻ പറ്റുമെങ്കിൽ ചാവാൻ ചാൻസ് ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ.